Hi friends, welcome back to Helo Malayalam. Realme X3 എന്ന സ്മാർട്ട് ഫോൺ കഴിഞ്ഞ ദിവസം ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തു. ഒരു 25,000 രൂപയിൽ കിട്ടാവുന്ന നല്ല പെർഫോമൻസ് ഡിപ്പാർട്ട്മെൻറ്റൊക്കെ ആയിട്ടാണ് Realme X3 എന്ന സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്തത്. ഇതിനു മുമ്പ് അവതരിപ്പിച്ചിട്ടുള്ള Realme X2 എന്ന സ്മാർട്ട് ഫോണിൻ്റെ പുതിയൊരു പതിപ്പായിട്ടാണ് Realme X3 സീരീസ് സ്മാർട്ട് ഫോണുകൾ അവതരിപ്പിച്ചിരിക്കുന്നത്. Realme X2 എന്ന സ്മാർട്ട് ഫോൺ നമുക്കറിയാം 20,000 രൂപ പ്രൈസ് റേഞ്ചിൽ താഴെ കിട്ടാവുന്ന നല്ല പെർഫോമൻസ് ഡിപ്പാർട്ട്മെൻറ്റും ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ കൂടി ചേർന്ന നല്ലൊരു അടിപൊളി സ്മാർട്ട് ഫോൺ തന്നെയായിരുന്നു Realme X2 എന്ന സ്മാർട്ട് ഫോൺ. Realme X3 എന്ന സ്മാർട്ട് ഫോണിലേക്ക് വരുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് Realme X2ൽ നിന്ന് Realme X3ൽ നമുക്ക് പ്രധാനമായിട്ടും കാണാൻ സാധിക്കുക എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് പ്രധാനമായും നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. ഒപ്പം ഇത് കൂടാതെ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ഈ ഒരു സ്മാർട്ട് ഫോൺ ആഡ് ചെയ്തിരുന്നുവെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയ നല്ലൊരു സ്മാർട്ട് ഫോൺ ആകുമായിരുന്നു എന്ന് എൻ്റെ ഒരു അഭിപ്രായം കൂടി ഞാൻ ഇതോടൊപ്പം ചേർക്കുകയാണ്. എന്നാലും നേരെ സ്മാർട്ട് ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻ ഭാഗത്തേക്ക് വരാം. Realme X2ലും Realme X3ലും റീൽസിലെ ആ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ രണ്ടും ഗ്ലാസ് ഡിസൈനോട് കൂടി വരുന്ന കോർണിംഗ് ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷനൊക്കെ കൂടി ചേർന്ന നല്ല ഗ്ലാസ് ഡിസൈനോട് കൂടിയാണ് നമുക്ക് കിട്ടുന്നത്. Realme X2 എന്ന സ്മാർട്ട് ഫോൺ നമുക്ക് ഗ്രീന്, ബ്ലൂ, വൈറ്റ് എന്നീ 3 കളർ ഓപ്ഷൻസ് കിട്ടുമ്പോൾ Realme X3 എന്ന പുതിയ സ്മാർട്ട് ഫോണിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഗ്രീൻ എന്ന ആ ഒരു കളർ ഓപ്ഷൻസ് മാറി ബ്ലൂ, വൈറ്റ് എന്നീ 2 കളർ ഓപ്ഷൻസ് മാത്രമാണ് നമുക്ക് കിട്ടുക. ഇതുകൂടാതെ ക്യാമറ മോഡ്യൂൾ ഫിക്സിങ്ങും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഇതിനു മുമ്പും ഒരുപാടധികം വീഡിയോകൾ പറഞ്ഞിട്ടുണ്ട്. റിയൽമി അവരുടെ ഡിസൈനിൽ എപ്പോഴും ഒരേ രീതിയിലുള്ള ഒരു പാറ്റേൺ തന്നെയാണ് കോപ്പി ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം. ആ ഒരു കാര്യം തന്നെയാണ് Realme X2 എന്ന സ്മാർട്ട് ഫോണിലും ഒപ്പം തന്നെ Realme X3 എന്ന സ്മാർട്ട് ഫോൺ തമ്മിൽ ഒരു കമ്പാരിസൺ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുക. കാര്യമായൊരു ഡിഫറൻസ് അവിടെ നമുക്ക് പറയാനില്ല. പിന്നെ നമുക്ക് സൈഡ് ഭാഗത്തേക്ക് വരുമ്പോൾ Realme X3ൽ നമുക്കൊരു ഫിംഗർ പ്രിൻറ്റ് സംവിധാനം കാണാൻ സാധിക്കും. അവിടെ നമുക്ക് സൈഡ് മൗണ്ട് ആയിട്ടുള്ള ഫിംഗർ പ്രിൻറ്റ് സംവിധാനമാണ് Realme X3 എന്ന സ്മാർട്ട് ഫോണിൽ കിട്ടുക. Realme X2ൽ നമുക്ക് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സംവിധാനമായിരുന്നു കിട്ടിയിരുന്നത്. എന്തായാലും ആ ഭാഗത്തേക്കൊക്കെ വരും മുമ്പ് സ്മാർട്ട് ഫോണിൻ്റെ ഡിസ്പ്ലേ കാര്യങ്ങൾ പ്രധാനമായും നോക്കാം. 6.4 ഇഞ്ചോട് കൂടി കിട്ടുന്ന ഫുൾ HD+ സൂപ്പർ AMOLED ഡിസ്പ്ലേ ആയിരുന്നു Realme X2 എന്ന സ്മാർട്ട് ഫോൺ നമുക്ക് കിട്ടിയിരുന്നത്. 19.5:9 ആക്സിലറേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. കോർണിംഗ് ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷനൊക്കെ കൂടി ചേർന്ന നല്ലൊരു അടിപൊളി ഡിസ്പ്ലേ. Realme X3 എന്ന സ്മാർട്ട് ഫോണിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് കിട്ടുക 6.6 ഇഞ്ചോട് കൂടി വരുന്ന ഫുൾ HD+ LCD ഡിസ്പ്ലേ ആണ്. IPS LCD ഡിസ്പ്ലേ. നേരത്തെ നമുക്ക് സൂപ്പർ AMOLED ഡിസ്പ്ലേയിൽ നിന്ന് അവരുടെ പുതിയൊരു സ്മാർട്ട് ഫോൺ പുതിയൊരു അപ്ഡേറ്റഡ് വേർഷൻ ഇറക്കുമ്പോൾ ഇവിടെ നമുക്ക് അതൊരു ഡിസ്പ്ലേ ഭാഗത്തൊരു കുറവായിട്ട് തീർച്ചയായിട്ടും നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് IPS LCD ഡിസ്പ്ലേ മാത്രമാണ് കിട്ടുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ആ ഒരു കാര്യം LCD ഡിസ്പ്ലേ കൊണ്ടുവന്നുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് അവിടെ കാണാൻ സാധിക്കുക. ഇവിടെ നമുക്ക് 120 ഹെർട്സിൻ്റെ റീഫ്രഷ് റേറ്റ് ഈ ഒരു ഡിസ്പ്ലേ ഭാഗത്ത് Realme X3 എന്ന സ്മാർട്ട് ഫോൺ നമുക്ക് കിട്ടുന്നുണ്ട്. Realme X2ൽ നമുക്ക് നോർമൽ 60 ഹെർട്സ് റീഫ്രഷ് റേറ്റ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. Realme X3ലേക്ക് വരുമ്പോൾ അത് 120 ഹെർട്സിൻ്റെ റീഫ്രഷ് റേറ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. പ്രധാനപ്പെട്ട ഒരു കാര്യം LCD ഡിസ്പ്ലേ റീഫ്രഷ് റേറ്റ് കൊണ്ടുവരുമ്പോൾ അധികം പൈസ ആകില്ല എന്നുള്ള കാര്യമാണ്. നേരെ മറിച്ചത് AMOLED പാനലിലേക്ക് അത്രയും വലിയൊരു റീഫ്രഷ് റേറ്റ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ വില ഈ ഒരു 25,000 രൂപയിലൊന്നും നിൽക്കില്ല എന്ന് കൃത്യമായിട്ട് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ വേണമെങ്കിൽ അതൊരു പോരായ്മയായിട്ട് നമുക്കിവിടെ പറയുകയും ചെയ്യാം. പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും ഇപ്പോഴുള്ള ഒരു കാലഘട്ടത്തിൽ ഞാൻ നോക്കിയിട്ട് ആരും അങ്ങനെ റീഫ്രഷ് റേറ്റിന് കൂടുതലായി പ്രാധാന്യം നൽകുന്നതായിട്ട് കാണുന്നില്ല. സൂപ്പർ AMOLED ഡിസ്പ്ലേ അല്ലെങ്കിൽ AMOLED പാനലുകളാണ് കൂടുതൽ പേരും ഈ ഒരു സ്മാർട്ട് ഫോൺ തിരഞ്ഞെടുക്കുമ്പോൾ അല്ലെങ്കിൽ പല സ്മാർട്ട് ഫോണും തിരഞ്ഞെടുക്കുമ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കുക. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം സാംസങ് ഒക്കെ നമുക്ക് 14,000 രൂപ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ സൂപ്പർ AMOLED ഡിസ്പ്ലേകൾ തരുന്നുണ്ട്. 25,000 രൂപ ഒരു പ്രൈസ് റേഞ്ചിലേക്ക് വരുമ്പോൾ നമ്മൾ അത്രയും വലിയൊരു വില കൊടുത്ത ഒരു സ്മാർട്ട് ഫോൺ എടുക്കുമ്പോൾ അവിടെ നമുക്കൊരു AMOLED പാനൽ കിട്ടുന്നില്ല എന്നത് പ്രധാനപ്പെട്ട ഒരു പോരായ്മയായിട്ട് പറയാം. Realme X2ൽ നമുക്ക് ഈ ഒരു സൂപ്പർ AMOLED ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സംവിധാനം നമുക്കവിടെ കിട്ടുന്നുണ്ട്. നേരെ മറിച്ച് Realme X3ലേക്ക് വരുമ്പോൾ LCD ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് അത്തരത്തിലുള്ള ആ ഒരു ഫിംഗർ പ്രിൻറ്റ് സംവിധാനം കിട്ടുന്നില്ല. നേരെ മറിച്ച് അത് സൈഡ് മൗണ്ട് ആയിട്ടുള്ള ഫിംഗർ പ്രിൻറ്റ് സംവിധാനം മാത്രമാണ് നമുക്കവിടെ കിട്ടുക. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം നോച്ച് ഡിസൈൻ ആയിരുന്നു Realme X2 എന്ന സ്മാർട്ട് ഫോൺ നമുക്ക് ഡിസ്പ്ലേ ഭാഗത്ത് കിട്ടിയിരുന്നത്. അത് ഇവിടെ മാറി നമുക്കൊരു ഡ്യുവൽ പഞ്ച് ഹോൾ സെൽഫിയൊക്കെ കൂടി ചേർന്നിട്ടുള്ള ഒരു ഡ്യുവൽ പഞ്ച് ഹോൾ ഡിസൈനോട് കൂടിയാണ് Realme X3 എന്ന സ്മാർട്ട് ഫോൺ വരിക. പിന്നെ ഒരു പോരായ്മയായിട്ട് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുന്നത് ഇവിടെ നമുക്ക് AMOLED പാനൽ 25,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടുന്നില്ല എന്നുള്ള കാര്യമാണ്. ഇനി നേരെ പെർഫോമൻസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വരാം. ഇവിടെ നമുക്ക് കാര്യമായൊരു അപ്ഡേഷൻ നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കും. Realme X3 എന്ന സ്മാർട്ട് ഫോൺ നമുക്ക് കിട്ടുക Qualcomm Snapdragon 855+ എന്നുള്ള പ്രൊസസ്സറാണ്. ഈ ഒരു പ്രൊസസ്സർ 25,000 രൂപ പ്രൈസ് റേഞ്ചിൽ കിട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ബെറ്റർ ആയ നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് ഇപ്പോൾ. Realme X2 എന്ന സ്മാർട്ട് ഫോണിൽ നമുക്ക് Qualcomm Snapdragon പ്രൊസസ്സർ തന്നെയായിരുന്നു കിട്ടിയിരുന്നത്. ഗെയിമിംഗ് സപ്പോർട്ട് ചെയ്യുന്ന
Qualcomm Snapdragon 730G എന്ന ഗെയിമിംഗ് പ്രൊസസ്സർ. രണ്ട് സ്മാർട്ട് ഫോണിലും നമുക്ക് LPDDR4 കൂടി വരുന്ന റാം സെറ്റപ്പ് ആണ് കിട്ടുക. UFS 2.1 ബേസ്ഡ് സ്റ്റോറേജ് സംവിധാനം Realme X2 എന്ന സ്മാർട്ട് ഫോൺ നമുക്ക് കിട്ടുമ്പോൾ Realme X3ലേക്ക് വരുമ്പോൾ അവിടെ ഒരു കാര്യമായ ഒരു അപ്ഡേഷൻ നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് UFS 3.0 എന്ന കുറച്ചുകൂടെ ഫാസ്റ്റായ സ്റ്റോറേജ് സംവിധാനമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 4GB RAM 64GB സ്റ്റോറേജിലും ഒപ്പം തന്നെ 6GB RAM 128GB സ്റ്റോറേജിലും 8GB RAM 128GB സ്റ്റോറേജ് എന്നിങ്ങനെ 3 വേരിയൻ്റ് ആയിട്ടായിരുന്നു Realme X2 എന്ന സ്മാർട്ട് ഫോൺ നമുക്ക് കിട്ടിയിരുന്നത്. Realme X3ലേക്ക് വരുമ്പോൾ 4GB RAM 64GB സ്റ്റോറേജ് ആ ഒരു വേരിയൻറ്റ് നമുക്കിവിടെ കിട്ടുന്നില്ല. ഇവിടെ ബേസ് വേരിയൻ്റ് ആയിട്ട് വരിക 6GB RAM 128GB സ്റ്റോറേജ് ആണ്. ഇതുകൂടാതെ 8GB RAM 128GB സ്റ്റോറേജ് എന്ന ഒരു ഹയർ വേരിയൻറ്റും കൂടെ നമുക്ക് Realme X3 എന്ന സ്മാർട്ട് ഫോണിൽ കിട്ടുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് പറയാനുള്ളത് Realme X2 എന്ന സ്മാർട്ട് ഫോൺ നമുക്ക് ട്രിപ്പിൾ കാർഡ് സ്ലോട്ട് സംവിധാനമായിരുന്നു കിട്ടിയിരുന്നത്. ഒരേ സമയം 2 സിമ്മും ഒരു മെമ്മറി കാർഡ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുമായിരുന്നു. Realme X3 എന്ന സ്മാർട്ട് ഫോണിലേക്ക് വരുമ്പോൾ അത്തരത്തിലുള്ളൊരു ഓപ്ഷൻ ട്രിപ്പിൾ കാർഡ് ഓപ്ഷൻ നമുക്കിവിടെ കിട്ടുന്നില്ല. നമുക്ക് 2 സിമ്മ് മാത്രമാണ് ഇവിടെ ഉപയോഗിക്കാൻ സാധിക്കുക. സ്റ്റോറേജ് കൂട്ടാനുള്ള ഒരു സൗകര്യം Realme X3 എന്ന സ്മാർട്ട് ഫോണിൽ നമുക്ക് കിട്ടുന്നില്ല. അതും ഒരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യമാണ്. ഒന്നെങ്കിൽ ഒരു ഹൈബ്രിഡ് സിം സ്ലോട്ട് സംവിധാനമെങ്കിലും നൽകിയിരുന്നുവെങ്കിൽ അത് നല്ലതായിരുന്നു. സ്മാർട്ട് ഫോൺ തിരഞ്ഞെടുക്കുന്നവർ അതൊരു പോരായ്മയായിട്ട് ചൂണ്ടിക്കാണിക്കാനുള്ള സാധ്യതകളുമുണ്ട്. പെർഫോമൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ മറ്റൊരു കാര്യമായ ഒരു അപ്ഡേഷൻ കൊണ്ടുവന്നിരിക്കുന്നത് ലിക്വിഡ് കൂളിംഗ് സംവിധാനം കൂടി ഈ ഒരു പുതിയ സ്മാർട്ട് ഫോണിൽ വന്നപ്പോൾ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഗെയിമേഴ്സിന് ഹീറ്റിംഗ് ഇഷ്യൂസ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഉണ്ടാകില്ല എന്നുള്ള കാര്യം കൂടി കൂടുതലായി മുൻനിർത്തിക്കൊണ്ടാണ് Realme X3 എന്ന സ്മാർട്ട് ഫോൺ വന്നിട്ടുള്ളത്. മറ്റൊന്ന് ക്യാമറ ഭാഗത്തേക്കുള്ള വ്യത്യാസമാണ്. 2 സ്മാർട്ട് ഫോൺ നമുക്ക് 64 മെഗാപിക്സലിൻ്റെ ക്വാഡ് ക്യാമറ സെറ്റപ്പ് തന്നെയാണ് കിട്ടുന്നത്. പക്ഷേ അതിൽ പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം നമുക്ക് പറയാൻ സാധിക്കുക 8 മെഗാപിക്സലിൻ്റെ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും 2 മെഗാപിക്സലിൻ്റെ മാക്രോ ലെൻസും ഒക്കെ 2 സ്മാർട്ട് ഫോണിൽ കിട്ടുന്നുണ്ട് എങ്കിലും ഇവിടെ നമുക്ക് പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം 12 മെഗാപിക്സലിൻ്റെ ഒരു ടെലിഫോട്ടോ സംവിധാനമടങ്ങിയ ലെൻസ് Realme X3 എന്ന സ്മാർട്ട് ഫോണിൽ കിട്ടുന്നുണ്ട് എന്നുള്ള കാര്യമാണ്. അതേസമയം നമുക്ക് Realme X2 എന്ന സ്മാർട്ട് ഫോൺ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും മാക്രോ ലെൻസും ഡെപ്ത് സെൻസറും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. Realme X3ലേക്ക് വരുമ്പോൾ ഈ ഒരു ഡെപ്ത് സെൻസർ മാറ്റി നിർത്തി മാക്രോ ലെൻസും അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും ടെലിഫോട്ടോ സംവിധാനം അടങ്ങിയ ലെൻസും കൂടെ നൽകിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പം ക്യാമറ ഭാഗത്തും ചെറിയൊരു അപ്ഡേഷനും കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് നീറ്റായിട്ട് Realme നൽകിയിട്ടുണ്ട്. 20x ഹൈബ്രിഡ് സൂമിങ് കൂടെ നമുക്ക് അവിടെ നൽകിയിട്ടുണ്ട്. ഇതുകൂടാതെ Realme X2ൽ നമുക്ക് EA സ്റ്റെബിലൈസേഷൻ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. Realme X3ലേക്ക് വരുമ്പോൾ EA സ്റ്റെബിലൈസേഷനൊപ്പം തന്നെ UI സ്റ്റെബിലൈസേഷനും കൂടി ചേർത്തുകൊണ്ടാണ് നല്ലൊരു സ്റ്റെബിലൈസേഷനും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് Realme X3 എന്ന സ്മാർട്ട് ഫോൺ വരിക. 2 സ്മാർട്ട് ഫോണിലും സ്ലോ മോഷനും 4K വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. ഒപ്പം Realme X3 എന്ന സ്മാർട്ട് ഫോൺ എടുത്തു കഴിഞ്ഞാൽ നൈറ്റിലൊക്കെ നമുക്ക് കൂടുതലായി നല്ല ഫോട്ടോസൊക്കെ ക്യാപ്ചർ ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ നൈറ്റ് സ്കേപ്പ് 4.0 എന്ന നല്ലൊരു മൂഡും കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ആ ഒരു ക്യാമറ സെറ്റപ്പൊക്കെ Realme X3 എന്ന സ്മാർട്ട് ഫോണിൽ നൽകിയിട്ടുള്ളത്. പിന്നെ എനിക്ക് പ്രധാനമായിട്ടും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു കാര്യം Realme X2 എന്ന സ്മാർട്ട് ഫോൺ നമുക്ക് പോർട്രേറ്റ് വീഡിയോകൾ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ ബോക്കെ എഫക്ട്സ് ഉൾക്കൊള്ളിച്ചുകൊണ്ട് നല്ല വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ സാധിക്കും. ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ബ്ലർ ചെയ്തതുകൊണ്ട് നമുക്ക് വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യം എനിക്ക് പ്രധാനമായിട്ടും Realme X2 സീരീസ് ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ്. ആ ഒരു കാര്യം Realme X3 സീരീസിലും കൃത്യമായിട്ട് Realme ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. അതൊക്കെയാണ് പ്രധാനപ്പെട്ട റിയർ സൈഡിലെ ക്യാമറ സെറ്റപ്പുകൾ. ഫ്രണ്ട് ക്യാമറയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് 32 മെഗാപിക്സലിൻ്റെ ഫ്രണ്ട് ക്യാമറയായിരുന്നു Realme X2 എന്ന സ്മാർട്ട് ഫോണിൽ കിട്ടിയിരുന്നത്. അതേസമയം Realme X3ലേക്ക് വരുമ്പോൾ ഈ ഒരു 32 മെഗാപിക്സലിൻ്റെ മെയിൻ ക്യാമറ മാറ്റിയതിനു ശേഷം അവിടെ നമുക്കൊരു 16 മെഗാപിക്സലിൻ്റെ ക്യാമറ സെറ്റപ്പാണ് ഫ്രണ്ടിൽ നൽകിയിട്ടുള്ളത്. ഇതുകൂടാതെ 8 മെഗാപിക്സലിൻ്റെ അൾട്രാ വൈഡ് ആംഗിൾ കൂടി ചേർത്ത് ഒരു ഡ്യുവൽ സെൽഫി ക്യാമറ സെറ്റപ്പ് ഫ്രണ്ടിൽ സെൽഫി ഭാഗത്ത് Realme നൽകിയിട്ടുണ്ട്. ഒരു അപ്ഡേഷൻ അവിടെ 8 മെഗാപിക്സൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഉണ്ടെങ്കിലും 32 മെഗാപിക്സലിൽ നിന്ന് 16 മെഗാപിക്സലിലേക്ക് ഒരു ഡൗൺഗ്രേഡ് നമുക്ക് അവിടെ കാണാൻ സാധിക്കും. എന്തായാലും നല്ല ക്യാമറ പെർഫോമൻസ് കൂടുതലായി പ്രാധാന്യം നൽകിക്കൊണ്ട് തന്നെയാണ് Realme X3 സീരീസ് സ്മാർട്ട് ഫോണുകൾ വന്നിട്ടുള്ളത്. എന്തായാലും റിയൽ ടൈമിൽ റിയൽ യൂസിൽ അതെങ്ങനെ ഉണ്ടാകുമെന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് അതിൻ്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ നോക്കി തന്നെ കൃത്യമായിട്ട് മനസ്സിലാക്കിയെടുക്കുക. ഇനി ബാറ്ററി കാര്യങ്ങളിലേക്കൊക്കെ വരാം. 2 സ്മാർട്ട് ഫോണിൽ നമുക്ക് 30 വോട്ട് ഫാസ്റ്റ് ചാർജിങ് സംവിധാനം കിട്ടുന്നുണ്ട്. 4000 mAh ബാറ്ററി കപ്പാസിറ്റി Realme X2 എന്ന സ്മാർട്ട് ഫോണിൽ കിട്ടുമ്പോൾ Realme X3 എന്ന പുതിയ സ്മാർട്ട് ഫോണിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് 4200 mAh ബാറ്ററി കപ്പാസിറ്റിയാണ് കിട്ടുക. ഒരു 200 mAh കൂടെ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടാണ് Realme X3 എന്ന സ്മാർട്ട് ഫോൺ വന്നിട്ടുള്ളത്. കൂടാതെ നേരത്തെ നമുക്ക് വൂക്ക് ചാർജിങ് ആയിരുന്നു കിട്ടിയിരുന്നത്. ഇവിടെ നമുക്ക് ഇപ്പോൾ Realmeയുടെ തന്നെ സ്വന്തം ഡാർട്ട് ഫാസ്റ്റ് ചാർജിങ് സംവിധാനമാണ് കിട്ടുക. 55 മിനിറ്റ് കൊണ്ട് പൂർണ്ണമായി നമുക്ക് 0 to 100 വരെ പൂർണ്ണമായിട്ട് നമുക്ക് ഈ ഒരു ബാറ്ററി ചാർജ് ചെയ്യാൻ സാധിക്കുമെന്നാണ് പ്രധാനമായും നമുക്ക് ആ ഒരു ഫാസ്റ്റ് ചാർജിങ് കൊണ്ടുള്ള ഒരു ഗുണം. 2 സ്മാർട്ട് ഫോണും നമുക്ക് ടൈപ്പ് C പോർട്ടാണ് കിട്ടുക.
3.5mm ഓഡിയോ ജാക്ക് Realme X2 എന്ന സ്മാർട്ട് ഫോൺ നമുക്ക് കിട്ടിയിരുന്നു. Realme X3യിലേക്ക് വരുമ്പോൾ അതിവിടെ നൽകിയിട്ടില്ല. Dolby Atmos സൗണ്ട് സിസ്റ്റവും കാര്യങ്ങളൊക്കെ Realme X2ലും Realme X3ലും കിട്ടുന്നുണ്ട്. ഇത് കൂടാതെ Realme X3യിൽ നമുക്ക് ഹൈറസ് ഓഡിയോ സംവിധാനം കൂടി കുറച്ചുകൂടെ അപ്ഗ്രേഡ് ചെയ്ത രീതിയിൽ ഇവിടെ Realme X3 എന്ന സ്മാർട്ട് ഫോൺ നമുക്ക് കിട്ടുന്നുണ്ട്. ഇത്രയുമാണ് പ്രധാനപ്പെട്ട ഈ രണ്ട് സ്മാർട്ട് ഫോണിലെയും ഫീച്ചേഴ്സും കാര്യങ്ങളും. ഒപ്പം തന്നെ Realme X2യിൽ നിന്ന് അപ്ഗ്രേഡ് ചെയ്ത് വന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. മറ്റൊന്ന്, എനിക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഇല്ല എന്ന് തോന്നിയ 1-2 കാര്യങ്ങൾ, 25,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇല്ല എന്ന് തോന്നിയ 1-2 കാര്യങ്ങൾ, അവർ ആഡ് ചെയ്യുകയായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു എന്ന് തോന്നിയ 1-2 കാര്യങ്ങൾ. ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് 25,000 രൂപ പ്രൈസ് കൊടുത്തെടുക്കുമ്പോൾ NFC സൗകര്യം കൂടി ഉണ്ടായിരുന്നുവെങ്കിൽ അത് നല്ലൊരു ഓപ്ഷനായിരുന്നു. ഇതുകൂടാതെ ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് IR ബ്ലാസ്റ്റർ സംവിധാനം കൂടി നൽകിയിരുന്നെങ്കിൽ അതും ബെറ്റർ ആയൊരു ഓപ്ഷനായിരുന്നു. ഇതുകൂടാതെ മൂന്നാമതായ ഒരു കാര്യം കൂടെ പ്രധാനമായിട്ടും വേണമെങ്കിൽ ചൂണ്ടിക്കാണിക്കാവുന്നത് ഹൈബ്രിഡ് സിംസൗട്ട് സംവിധാനമോ അല്ലെങ്കിൽ ട്രിപ്പിൾ കാർഡ് സിംസൗട്ട് സംവിധാനം കൂടി നൽകിയിരുന്നുവെങ്കിൽ, ഈ ഒരു 3 കാര്യങ്ങൾ കൂടി ഉണ്ടായിരുന്നുവെങ്കിൽ നല്ലൊരു സ്മാർട്ട് ഫോൺ ആകുമായിരുന്നു എന്നുള്ള കാര്യമാണ്. മറ്റ് പ്രധാനപ്പെട്ട പോരായ്മകൾ നമുക്ക് പറയാൻ സാധിക്കുക സെയിം ഡിസൈനും കാര്യങ്ങളും, ഒപ്പം തന്നെ AMOLED പാനലുകൾ ഇല്ല എന്നുള്ള കാര്യവുമാണ്. എന്തായാലും പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ, ഈ ഒരു 1-2 കാര്യങ്ങൾ കൂടി Realme X3 എന്ന ഈ ഒരു സീരീസിലേക്ക് വരുമ്പോൾ, X3 എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ കൊണ്ടുവരുമ്പോൾ ശ്രദ്ധിച്ചിരുന്നു എങ്കിൽ നല്ലൊരു സ്മാർട്ട് ഫോൺ തന്നെ ആകുമായിരുന്നു. 25,000 രൂപ പ്രൈസ് റേഞ്ചിൽ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ. എന്തായാലും സ്മാർട്ട് ഫോൺ മോശമാണെന്നൊന്നുമല്ല, ഒരു അടിപൊളി സ്മാർട്ട് ഫോൺ തന്നെയാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് കിട്ടാവുന്ന റിയൽമിയിൽ നിന്നുള്ള ഒരു അടിപൊളി സ്മാർട്ട് ഫോൺ തന്നെയാണ് Realme X3 എന്ന സ്മാർട്ട് ഫോൺ. പക്ഷേ ഈ ഒരു കാര്യങ്ങൾ കൂടി കൂട്ടിച്ചേർത്തിരുന്നുവെങ്കിൽ നല്ലതായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. 6GB RAM 128GB സ്റ്റോറേജിൻ്റെ ബേസ് വേരിയൻ്റ് പ്രൈസ് വരിക Realme X3ക്ക് 24,999 രൂപയാണ്. അതിൻ്റെ മറ്റൊരു ഹയർ വേരിയൻ്റായ 8GB RAM 128GB സ്റ്റോറേജിൻ്റെ പ്രൈസ് വരിക 26,000 രൂപയുമാണ്. ഈ വരുന്ന ജൂൺ 30-ാം തീയതി ഫ്ലിപ്കാർട്ടിൽ നിന്നും ഒപ്പം തന്നെ realme.com നിന്നും നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ വാങ്ങിക്കാവുന്നതാണ്. ഇതുകൂടാതെ അധികം താമസിക്കാതെ തന്നെ ഓഫ്ലൈൻ മാർക്കറ്റുകളിലും നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ അവൈലബിൾ ആകുന്നതാണ്. എന്തായാലും നല്ല അടിപൊളി സ്മാർട്ട് ഫോൺ തന്നെയാണ്. പക്ഷേ ഈ 1-2 കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയ നല്ലൊരു സ്മാർട്ട് ഫോൺ ആകുമായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇത്രയുമാണ് പ്രധാനമായും Realme X2 എന്ന സ്മാർട്ട് ഫോണിൽ നിന്ന് Realme X3 എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ വരുമ്പോൾ അതിനെക്കുറിച്ച് പറയാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് രേഖപ്പെടുത്തുക. ഒപ്പം നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്തിരിക്കുക. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോയിൽ പുതിയ സ്മാർട്ട് ഫോൺ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ബൈ.